ചേട്ടാ ദേ ഇങ്ങോട്ടൊന്ന് വന്നേ. എല്ലാം ദാ ഇവിടെ എടുത്ത് വച്ചിട്ടുണ്ടേ. ഈ മനുഷ്യ ഇത് എവിടെ പോയി? ചേട്ടാ സമയമായി, എനിക്കൊരു വീട്ടിൽ പോണോന്ന്. സമ്മതിക്കില്ല. വാതിലടയ്ക്കാതാണ് നിന്റെ കുടുംബത്തിലേക്ക് നീ പോകുന്നത്. നിന്റെ കുടുംബക്കാരോട് പറഞ്ഞേക്ക് ഒറ്റയാൻ വീണ്ടും കാട്ടിലേക്ക് ഇറങ്ങിയെന്ന്. മുരുക, വലിയ ഡയലോഗ് ഒന്നും വേണ്ട. ആ തുണി എടുത്ത് ആദ്യം കഴുകിയിടും. എന്റെ മോനെ ദൈവമേ, ഈ തുണിയെല്ലാം കഴുകിട്ട് എപ്പോഴാണോ ഞാൻ ഒന്ന് അടുത്ത് വർത്തുന്നത്. 1 2 3 4 5 തുണി കഴിയുമ്പോഴാണ് അറിയുന്നത് നമുക്ക് ഇത്രയും പാവാടയുള്ള കാര്യം. അയ്യോ അയ്യോ, ഫസ്റ്റ് ടേക്ക് ഓഫ് കൗണ്ടർ കഴിഞ്ഞപ്പോ ഒരു കോള് വരേണ്ടതാണ്. ഹലോ ഹലോ, ഇത് അമ്പിളിക്കുട്ടന്റെ വീടല്ലേ? ഇല്ല, അമ്പിളിക്കുട്ടന്റെ ആളിയും സുധീഷിന്റെ മൊബൈലാണ്. ഇതിനകത്ത് എനിക്ക് താമസിക്കാൻ പറ്റൂല. ആരുടെ കാര്യം പറ. ഉറപ്പിച്ച് അമ്പിളിക്കുട്ടന്റെ വീട് തന്നെ. അമ്പിളിക്കുട്ട അവിടെ ഉണ്ടോ? ഇല്ല, ഗൾഫിൽ പോയി ജോലിക്ക്. അയ്യോ അയ്യോ, എന്നാ ഞങ്ങൾ എല്ലാവരും ഒരു ടൂർ പോകാൻ പ്ലാൻ ചെയ്തിരുന്നു അമ്പിളിക്കുട്ടനുമായിട്ട്. എവിടെ? ഞങ്ങള് ലഡാക്കിൽ. എന്തായാലും അവ ഇല്ലല്ലോ, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ആ ഗ്യാപ്പിൽ നിങ്ങൾ വരൂ. എവിടെ പോണോ നിങ്ങള്? ലഡാക്ക്. എങ്ങനെ പോണത്? അമ്പിളിക്കുട്ടൻ പറഞ്ഞത് നടന്നു പോവാന്നാണ്. എനിക്ക് അവനെ പോലെ ഭ്രാന്തിൽ എത്രയും ദൂരം നടക്കായി. എന്നിട്ട് പോടെ, അവനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പാട്ട് എനിക്കറിയാം. മണ്ടത്തരം എന്ന് പറഞ്ഞാൽ വലിയ മണ്ടത്തരം. എവിടെ ആര് ചോദിച്ചാലും അമ്പിളിക്കുട്ട എവിടെ? ഞാൻ പറഞ്ഞു നീ ഗൾഫിൽ പോയെന്ന്. ഗൾഫിലെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നുമില്ല. ഗൾഫിലെത്തിയാ ഞാനാണ് ഇവിടെ വന്നത്. നീ എന്തിനാ ഇവിടെ വന്നത്? അളി റീലൊക്കെ കണ്ടിട്ടില്ലേ ഈ മൊബൈലില്? ഈ ഗൾഫിൽ നിന്ന് പറയാതൊക്കെ വന്നിട്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി. അപ്പം വീട്ടുകാരുടെ സന്തോഷം അതൊക്കെ. അതെ, ഇയാൾ ഇത്ര വർഷം കഴിഞ്ഞ് ലീവിന് വരുമ്പോ സ്വീകരിക്കാനുള്ളതല്ലേ? ഇത്രയും വർഷം കഴിഞ്ഞാ അണ്ണൻ എന്തറിഞ്ഞിട്ടാ പറയണത്? ഈ വീടും പറമ്പും ബാങ്കിൽ ലോൺ വെച്ച് 3 ലക്ഷം രൂപ കിട്ടി. അതിന്ന് വിസയ്ക്കും അവന്റെ ടിക്കറ്റിനും പൈസ കൊടുത്ത് മെനിഞ്ഞാന്നാണ് ഇവനെ കയറ്റി വിട്ടത്. എന്നിട്ട് ഇന്ന് രാവിലെ സർപ്രൈസ് എന്ന് പറഞ്ഞ ഇവനെ കൊല്ലണ്ടേ? പെട്ടെന്നൊരു വെട്ടുകത്തി എടുത്തോണ്ട് വാടി. എനിക്ക് കടം കയറ്റിട്ടാ നിൽക്കുന്നു. വെട്ടുകത്തി എടുത്തോണ്ട് വാടി, ഇവനെ വെട്ടി 2 കഷ്ണമാക്കണം. എടീ സുനിലേ, എന്താ ചിരിക്കുന്നത്? പണയം ചെയ്യും സുനിത. എനിക്ക് ഭ്രാന്താടാ. ആകെ നമ്മൾ രണ്ടുപേരും ഈ സ്കിറ്റിലുള്ളു. ഇത് ആരാ വിളിച്ച് കയറ്റുന്നത്? വിഷമവും സങ്കടവും കാരണം കൈവിട്ടു പോയത്. എന്നെ കയ്യിൽ നിന്ന് പോയെന്ന് പറയരുത്. നീ അതൊന്നും വേണ്ട. നീ എന്ത് ഗൾഫിൽ നിന്ന് വന്ന കാര്യം പറ. എനിക്ക് ഗൾഫ് പറ്റുന്നില്ലല്ലോ. ഗൾഫിന് നിന്നെ പറ്റുന്നില്ല എന്ന് പറ. പെട്ടിയില് അമ്പിളിക്കുട്ടൻ ദുബായ് ടു ചപ്പളിയും കഥ അങ്ങോട്ട് മാറ്റി വയ്ക്കട്. ഉപദ്രവിക്കരുത്, സോറി എന്നാ. ഇത് ഞാൻ പറഞ്ഞു മടുത്തളിയാ. ദുബായ് എയർപോർട്ടിൽ നിന്ന് തുടങ്ങിയ അടിയാണ്. നെറ്റിയിൽ തേറ്റ കുത്തണായിരിക്കും നല്ലത്. അവനോടെ ഉള്ള അടിക്കാൻ. അതല്ല, പച്ച കുത്തായി. പച്ചേ തൊട്ട് എണ്ണാത്തിനാളൊന്നും കുത്തിയിട്ട് പോയില്ല. അതുകൊണ്ടല്ലേ അളി എന്നെ ഗൾഫിൽ പറഞ്ഞു വിട്ടത്. നീ ഗൾഫിൽ നിന്ന് വന്ന കാര്യം എന്താണ്? നിനക്ക് അവിടെ ഞാൻ എന്നെ പോലിരിക്കുന്ന എന്റെ ഇരട്ട സഹോദരൻ എന്നെ വിളിക്കാൻ വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. നീ കിടന്ന് ലോജിക്ക് പിടിക്കാതാ. എല്ലാവർക്കും അറിയാം നമ്മൾ രണ്ടുപേരെ ഉള്ള ഈ സ്കിറ്റിലെന്ന്. ഞാൻ പോലിരിക്കുന്ന അവിടെ വന്ന് ദുബായിൽ നിന്ന് തെറ്റിപ്പോകും വെച്ചൊന്നും ലോജിക്കില്ലല്ലോ. അതൊന്നും വിളിക്കാമെന്ന കാര്യമൊന്നും പറയണ്ട. അവനെ നിനക്ക് ജോലി ഇടയാക്കി വെച്ചിരുന്നത്. അവനെ വെറും കൈയോടെയാണ് അവിടെ വന്നത്. വെറും കൈയോടെ? അവന്റെ ഒരു കൂടില്ല, ഒരു കവറില്ല, ഒരു ബോക്സ് ഇല്ല, ഒന്നുമില്ല. എന്തിനാണ് ബോക്സും കവറൊക്കെ? എന്നെ പാക്ക് ചെയ്തോണ്ട് പോണ്ടേ? പാക്ക് ചെയ്തോണ്ട് പോകാനാ? അല്ലേ പറഞ്ഞു എന്നെ പാക്ക് ചെയ്തോണ്ട് പോരാ വരുമെന്ന്. ഒന്ന് സുഹൃത്തെ, പിക്ക് ചെയ്തോണ്ട് ആള് വരും എന്നല്ലടാ പറഞ്ഞത്. അങ്ങനെ ആയിരുന്നാ? നിനക്ക് എന്താ അവിടെ നിന്ന് വിളിച്ചുവിടായിരുന്നു എയർപോർട്ടിൽ നിന്ന്? എങ്ങനെ വിളിക്കും? ഞാൻ 2 ദിവസം അവിടെ ചെന്നിട്ട് മിണ്ടിയിട്ടില്ല. കാര്യം? അല്ലെ നമ്മളെ എയർപോർട്ടിൽ ചെല്ലുമ്പോ അവര് നമുക്ക് സിം കാർഡ് തരത്തില്ലേ? അത് എന്റെ ഫോണിൽ ഇടാൻ വേണ്ടി ഞാൻ കടിച്ചു പൊട്ടിച്ചു. ഈ സിമ്മി ആണെങ്കിൽ വിഴുങ്ങിപ്പോലിയാ. അതും സംസാരമായിട്ട് എന്ത് ബന്ധം? അല്ലെ എന്നെ കാട്ടി മണ്ടനാളിയാ. സിം കാർഡില്ലേ വയറ്റി കിടക്കുന്നത്. സംസാരിച്ചാ പൈസ പോവും. അതും ഗർഭം. അത് തന്നെ. അപ്പൊ ഈ 2 ദിവസം അവിടെ അലഞ്ഞു നടന്ന ജോലിയൊന്നും ഇല്ലായിരുന്നു? ജോലിയൊന്നും. ഒരു അറബി എന്നെ പിടിച്ചോണ്ട് അയാളെ വീട്ടിൽ കൊണ്ടുപോയി. പിന്നെ അവിടെയെങ്കിലും നിന്നൂടെ അടങ്ങി ഒതുങ്ങി നിന്നറിയാ. അവിടെ ഒരു അപ്പൂപ്പനുണ്ട്, അറബിയുടെ അപ്പൂപ്പൻ. അയാളെ നോക്കണം, അതാണ് ജോലി. എനിക്ക് അപ്പൂപ്പൻ എന്ന് വെച്ചാൽ ഭയങ്കര ബഹുമാനമാണ്. ഒരു മുതുക്കറാട്ട്. അങ്ങനെ പുള്ളിയെ അങ്ങടുത്ത് ഈ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്ക് ഭയങ്കര സ്വഭാവമാണ്. ഈ പിള്ളേരുടെ സ്വഭാവം, തെണ്ടി പിള്ളേരുടെ. അങ്ങനെ ഇയാളെ അടുത്ത് പറഞ്ഞു പുള്ളിക്ക് തണുപ്പുള്ള സ്ഥലത്ത് പോകണമെന്ന്. നീ കൊണ്ടുപോയാ? ഞാൻ എങ്ങനെ കൊണ്ടുപോകും? പിന്നെ എന്ത് ചെയ്തു നീ? ഞാൻ ഫ്രിഡ്ജിൽ കയറ്റിട്ട് അടച്ചു. ഈ കണക്കിന് ചൂടുള്ള സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് അയാളെ മൈക്രോവേവ് ഓവനിൽ നീ കയറ്റുമായിരുന്നല്ലോ. ആദ്യം അതിനകത്ത് വെച്ച് പുഴുകിട്ടല്ലേ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചത്. ഇത് ഇത്രയും ചെയ്തിട്ട് അറബി ഒന്നും പറഞ്ഞില്ലേ? എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ അറബി വിളിച്ചു. എന്തോന്നു? നീ പേടിക്കണ്ട, ഇനി വാ, നിന്റെ തല വെട്ടൂലെന്ന്. ദേഷ്യം കാണൂല. ബോട്ടിൽ വെടിയോ ചൊല്ലുന്നു. ദേഷ്യം കാണും. അയ്യോ അമ്പിളിക്കുട്ട, എന്റെ പൈസയും കളഞ്ഞിട്ട് വന്ന് നിൽക്കുന്നു. അളിയാ ഞാൻ വന്നല്ലേ അളിയാ. എനിക്ക് പോലെ കുടിക്കാൻ ചായ എങ്കിലും താളിയാ. ചായ തരണം ആഗ്രഹമുണ്ട്. ഇന്നലെ വാങ്ങിച്ച പാല് പിരിഞ്ഞു പോയി. പാൽ എങ്ങനെ പിരിഞ്ഞു? PF ഗ്രാറ്റുവിറ്റിയും വാങ്ങിച്ചിട്ട് പിരിഞ്ഞു. കിടക്കാച്ചി കൗണ്ടർ. ഒരു പാല് പിരിഞ്ഞ് എങ്ങനെയെന്ന് അറിയാനുള്ള വിവരം പോലും നിനക്കില്ലേ? അതെങ്ങനെ വിവരം ഉണ്ടായിരുന്നു? 5ാം ക്ലാസ് വെച്ച് സ്കൂളിൽ നിന്ന് പുറത്താക്കുമായിരുന്നു. എന്നെ പുറത്താക്കിയൊന്നുമല്ല. വിദ്യാഭ്യാസത്തിന്റെ സിസ്റ്റം ശരിയല്ലാത്തോണ്ട് ഞാൻ സ്കൂളിൽ ഇറങ്ങി വന്നത്. എന്താണാവോ അങ്ങേക്ക് ആ സിസ്റ്റം ശരിയല്ല തോന്നി? ഈ 5ാം ക്ലാസ്സിൽ കുറെ വിഷയങ്ങളില്ലേ? ഈ ഓരോ വിഷയം പഠിപ്പിക്കാനും ഓരോ സാറന്മാരുണ്ട്. പക്ഷെ ഇത് പഠിക്കാൻ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. തെണ്ടിത്തരല്ലേ അത്? പിന്നെ ഞാൻ ഹെഡ് മാസ്റ്റർ അടുത്ത് ചോദിച്ചു ഏതൊക്കെ വിഷയം ഉണ്ടല്ലോ? അവിടെ സ്കൂളിൽ മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്. ഈ ഹെഡ് മാസ്റ്റർ ഒന്നും അറിഞ്ഞൂടെന്ന്.
പുള്ളി പറയാണ് നീയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം അതൊക്കെ മനസ്സിലായ കാര്യം. എന്നെ കൈവാക്കിനൊന്നും നിക്കല്ലേ, കൈവയ്യാത്ത അടിയെങ്കിലും തരായിരുന്നു. എന്തോ കൈക്ക് വീണതാടാ. പാടിക്കൊണ്ട് പറയാന്നാ? എന്തിന്? അല്ല വീണ തരാൻ പറഞ്ഞു. വീണയില്ല, ഇതിനകത്ത് ഊത്ത് കാരണം എടുക്കാം. എടാ അതല്ല പറഞ്ഞത്, ഞാൻ ഉരുണ്ട് വീണതാണ്, കൈ ചെറിയ പൊട്ടലുണ്ടെന്ന് അയ്യോ കഷ്ടം. പറഞ്ഞാണ്. ഇനി എന്താണ് ഭാവി പരിപാടി? ഭാവി പരിപാടി എന്ന് പറഞ്ഞാൽ അളിയന്റെ കൂടെ കൂടി അളിയന്റെ കൃഷിയിലൊക്കെ സഹായിച്ച് അങ്ങനെ അങ്ങ് നിൽക്കണം. അത്രയും ഉപദ്രവം വേണോ? അല്ലെങ്കിലും അങ്ങനെ അളിയാ, മുറ്റത്തെ മുല്ലേക്ക് മണമില്ലല്ലോ. എങ്ങനെ മണം കാണും? നിന്റെ അപ്പനല്ലേ ഡെയിലി എന്റെ മൂട്ടിൽ മൂത്രം ഒഴിക്കണം. എന്നെ പറയിപ്പിക്കാനായിട്ട് ഈ അപ്പൂപ്പ. ഇനി നോക്കിയോ, അപ്പൂപ്പ അവിടെ മൂത്രം ഒഴിച്ചാ വെട്ടും ഞാൻ. മുല്ല എനിക്കൊരു സംശയം. സംശയിക്കണ്ട, മുല്ല മാത്രമേ വിട്ടു. അതല്ലടാ, നീയേ ഈ ഗൾഫിൽ പോയിട്ട് പൈസ അല്ല, ടിക്കറ്റിനൊക്കെ പൈസ എന്ത് ചെയ്ത്? അതിന് പരിപാടി ഉണ്ടല്ല. അവരൊരു അറബി ഉണ്ടായിരുന്നു, ഞാൻ അറബിയെ പറ്റിച്ച്. എങ്ങനെ പറ്റി? ഞാൻ പറഞ്ഞു എന്റെ സ്വന്തമായിട്ട് ഒരു പ്ലെയിൻ ഉണ്ട്, കച്ചവടത്തിന് വെച്ചേക്കാണ്, അഡ്വാൻസ് എന്നാ പ്ലെയിൻ തരാന്ന്. എന്നെക്കാളും വലിയ മണ്ടനല്ലേ? അറബിയുടെ പേരെന്താണ്? അൽ അമ്പിളി അഷറഫ് കുട്ടായി. എടാ അമ്പിളിക്കുട്ട, ഒരു മിനിറ്റ്. മൊബൈലിൽ ഒരു വാർത്ത. 10,000 അടി മുകളിൽ പറന്ന വിമാനത്തിൽ നിന്ന് താഴേക്ക് ചാടി മലയാളി യുവാവായ അമ്പിളിക്കുട്ട റെക്കോർഡ് ഇട്ടു. നീയാണെങ്കിൽ ചാടിയായിരിക്കില്ല, എടുത്തെറിഞ്ഞായിരിക്കും. സ്വാഭാവികമല്ലേ? എന്താണ് സംഭവം? അല്ലെ പ്ലെയിനിൽ ഞാനും പൈലറ്റോട്ട് വിഷയമൊന്നുമില്ല, യാത്രക്കാരുമായിട്ട് വിഷയമില്ലായിരുന്നു. വിഷയം മൊത്തം മറ്റേ അതെനിക്ക് പറയാറിഞ്ഞോ, ചുമച്ചു വിട്ടത്. അവരോട്ടായിരുന്നു. എന്തായിരുന്നു വിഷയം? ഞാനൊരു കുശലം ചോദിച്ചാനോളിയാ. എന്താണ് കുശലം ചോദിച്ചത്? കല്യാണം കഴിച്ചതാണോ, എനിക്കൊരു ഉമ്മ ഒന്നിച്ചറിയണമായിരുന്നു. എന്നാലും നീ കറക്റ്റായിട്ട് എത്തിയല്ലേ. പക്ഷെ എന്നിട്ട് ധൈര്യം സംഭവിക്കണം കേടാ. നമ്മുടെ കുടുംബത്തിൽ എല്ലാരും പാരമ്പര്യമായിട്ട് ധൈര്യമുള്ളവര് തന്നെ. എന്റെ അപ്പൂപ്പൻ പണ്ട് കാഴ്ചബംഗ്ലാവിൽ പുലിക്ക് ഇറച്ചിട്ട് കൊടുക്കുന്ന ജോലിയല്ലായിരുന്ന. അതിനൊക്കെ സമയം കിട്ടും പുള്ളിക്ക്? അല്ല ഈ കുരങ്ങിന്റെ കൂട്ടി തന്നെ കുളിപ്പിക്കാൻ പുള്ളിയിലെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത്. അത് ഒരു ദിവസം അപ്പൂപ്പൻ കുരങ്ങിന്റെ കൂട് വൃത്തിയാക്കാൻ കയറിയപ്പോ ആൾക്കാർ കൈയടിച്ച് തന്നെ അപ്പൂപ്പൻ എന്ത് ചെയ്യാൻ പറ്റും? ശരിയാ. പക്ഷെ അപ്പൊ 500 വെച്ച് കൂടുതൽ കിട്ടും. അങ്ങനെ പുലിക്ക് ഇറച്ചിടാൻ വേണ്ടി അപ്പൊ ഒരു ദിവസം പുലിയുടെ കൂട്ടി കയറിയപ്പോ പുലി അപ്പൂപ്പനെ കടിച്ച് തിന്നാൻ വേണ്ടി വന്നു. അപ്പൊ ഭയങ്കര ബുദ്ധിയല്ലേ, കയ്യിലിരുന്ന എണ്ണ എടുത്ത് ഒഴിച്ചു കൊടുത്തു. പുലി തെന്നി വീണത് ഇങ്ങനെ ഫ്ലോർ മാറ്റ് പോലെ അപ്പൂപ്പന്റെ ഫ്രണ്ടി വന്ന് കിടന്നു. അപ്പൂപ്പനല്ലേ ആണ് പുലിയുടെ പുറത്ത് കയറി കാലൊക്കെ ചവിട്ടി തുടച്ചിട്ട് പുലിയുടെ ചെവി ചെന്ന് പറഞ്ഞ് എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് അപ്പൂപ്പ എവിടെ? പുലി അപ്പൂപ്പന്റെ മുടിയെ തൂക്കി എടുത്ത് ഉള്ളംകാലിലെ മണ്ണും തട്ടി മൊത്തത്തോടെ അങ്ങ് വിഴുങ്ങി. പുലിയുടെ വാ പിടിച്ച് ഞങ്ങൾ അടച്ചു. അങ്ങനെ അടക്കോ ആ മരിച്ചുപോയി അപ്പൂപ്പന്റെ ഓർമ്മയ്ക്കാണ് ഞാൻ എപ്പോഴും ഒരു പച്ച ഷർട്ട് ഇടുമായിരുന്നു. അത് ആ ഷർട്ട് എവിടെയാ? അതിപ്പോ ഇടാൻ പറ്റില്ല. നിന്റെ പെങ്ങള് തന്നെ ഏതോ ഒരു സോപ്പോടി ഇട്ട് കഴുകി അത് ചുരുങ്ങിപ്പോയി, ഇടാൻ പറ്റൂല. ആളിയാ മണ്ടനാളിയാ. ആ സോപ്പോടിക്കകത്ത് അളിയിൽ കൊണ്ടൊന്ന് മുങ്ങിയാ പോരെ. അപ്പൊ അളിയൻ ചുരുങ്ങും, ഷർട്ട് വരുവാവും. ഇതിന് മറുകൊണ്ട് നിങ്ങൾ പറയണോ ഞാൻ പറയണോ? ഇപ്പൊ മനസ്സിലായി എന്തിനാണ് കയറ്റി വിട്ടതെന്ന്. നിന്നോട് സംസാരിച്ചോണ്ടെങ്കിൽ എനിക്ക് സമയമില്ല. എന്തോളിയത്? ഇത് അവിടെ എന്റെ പറമ്പിൽ വെക്കാനുള്ള ഒരു ബോർഡ്. ഭയങ്കര പ്രശ്നോടെ അവിടെ പേരയ്ക്ക പറിക്കുന്നത് ശിക്ഷാർഹം. പിന്നല്ലാതെ ഇനിയെങ്കിലും വെക്കണ്ടേ? പേരയ്ക്ക് ചുമ്മാ മോഷണം പോകുന്നു. ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത് വവ്വാല്. പേരയ്ക്ക മോട്ടിക്കുന്നത് ആരാണ്? വവ്വാല്. അപ്പൊ ഇത് ആർക്ക് വായിക്കാനാണ്? വവ്വാലിന്. തന്നെ ഇങ്ങനെ എഴുതി വെച്ചാ വവ്വാലിന് വായിക്കാൻ പറ്റുമോളിയാ? കുറച്ചൊക്കെ ബുദ്ധി വന്നു തുടങ്ങി കേട്ടോ. ഇങ്ങനെ എഴുതിയാ വവ്വാലിന് വായിക്കാൻ പറ്റുമോ? എന്നെ കട്ടി വലിയ മണ്ട ഇനി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത്. ശരി, ഞാൻ പിന്നെ എങ്ങനെ ചെയ്യണമായിരുന്നു? ഇതിങ്ങനെ തലയിരിച്ച് വെക്കണോളി, എന്നാലേ വവ്വാലിന് വായിക്കാൻ പറ്റും. അതെന്ത്? അല്ലേ വവ്വാല് തലകീഴായിട്ടല്ലേ തൂങ്ങി കിടക്കുന്നത്. അങ്ങനെ വായിക്കാൻ പറ്റും. ഒരു മിനിറ്റ്, ക്ലൈമാക്സിൽ അടിയാണ്. ഞാൻ ഈ അടിക്ക് ശേഷം ഇങ്ങനെ ആക്കണോ അടി കഴിഞ്ഞിട്ടാക്കണോ? അടി വാങ്ങിച്ചിട്ട് മതി. അടി